Hi, it's me Kala Kamal Mahal. Welcome to my new video. കുറച്ച് ദിവസമായി ഞാനും പിള്ളേരുമായിട്ട് ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പം എവിടെ നമ്മൾ നോക്കിയിരുന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റാണ്. അപ്പം അങ്ങനെ ഒരു സെഗ്മെൻറ്റ് നടത്തിയാൽ എന്താ എന്ന് നമുക്ക് ഒരു തോന്നലുണ്ടായി. അപ്പോൾ പിന്നെ നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മഞ്ചാടി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിച്ചുവിൻ്റേതായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്ന സ്കൂളിൽ പോയി. അപ്പം നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് ഓരോ സെഷൻസ് ഉണ്ടാവും. ഇന്നത്തേത് എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ളത് ആരാണെന്ന് പറയുന്ന സെഗ്മെൻറ്റാണ്. മന്ന വരുമ്പോൾ മന്നയുടേത് നമ്മൾ 4 പേരും കൂടെ ചേർന്ന് നമ്മൾ അന്നേരം പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇനി നമ്മളായിട്ട് ഇനി ഒരു കുറവ് വെക്കണ്ട. ഓക്കെ ആണോ? എന്നിട്ട് ഭയങ്കര ഗൗരവത്തിലിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രീതി എന്താണെന്ന് പറയട്ടോ. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ നിങ്ങളത് കൊണ്ട് പെട്ടെന്ന് ഉത്തരം പറയരുത്. കയ്യിൽ തന്നിരിക്കുന്ന പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ ഞാൻ അതിൻ്റെ ആൻസർ പറയും. ആ ആൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും പോയിൻ്റ് ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടി വിജയിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു വിധത്തിലുള്ള സമ്മാനവും പ്രതീക്ഷിക്കേണ്ട. ഓക്കെ ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് എൻ്റെ ബർത്ത് ഇയർ ഏതാണ്? ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് മൈ ബർത്ത് ഇയർ. എഴുതുക. എൻ്റെ ഡേറ്റ് അറിയാമല്ലോ. ആ ഡേറ്റിലല്ലേ നിങ്ങൾ എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചു തരണേ. അപ്പം അടുത്തെൻ്റെ ഞാൻ ജനിച്ച വർഷം ഏത്? കാൽക്കുലേറ്റർ ഇത് ഒത്തിയിരുന്ന് ആലോചിക്കുന്നു. പെട്ടരുത്. നോക്കട്ടെ, കൈമാറ്റം ഓപ്ഷൻ. നീ ഏതെങ്കിലും ഒരു വർഷം എഴുത്. 3 ഓപ്ഷൻ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാനല്ലേ ഓപ്ഷൻ തരേണ്ടത്? എൻ്റെ മുന്നേ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ജനുവരി 13 ആണ്. 13. എൻ്റെ ബർത്ത് ഇയർ എന്ന് പറയുന്നത് 1987 ആണ്. എനിക്ക് 1993 വെച്ചു. ഇത് വെട്ടരുത്. ജനുവരി 13. 1990. എൻ്റെ അപ്പം പോലും അപ്പം ജനിച്ചിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് അതായത് 2024 ഇപ്പോൾ. അപ്പം 2000-ന് 10 വർഷം മുൻപ്. അപ്പം 2024-ന്ന് 10 വർഷം കുറച്ചെന്നാണ് എനിക്ക് തെറ്റിപ്പോയി. അല്ല, അപ്പോൾ എനിക്ക് 10 വയസ്സാ. അപ്പം ഞാൻ ഏറ്റവും അടുത്തില്ലേ? ഞാൻ ഏകദേശം ഒന്നുമില്ല, രണ്ടുപേരും മൊട്ടം തെറ്റി. ഇത് ഞാൻ ഇവിടെ വെട്ടി ഒട്ടിക്കുന്നതായിരിക്കും. എനിക്ക് ഒരു മാർക്കും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഏറ്റവും ലാസ്റ്റ് റിസൈൻ ചെയ്ത കമ്പനി ഏത്? ഞാൻ ഏറ്റവും ലാസ്റ്റ് റിസൈൻ ചെയ്ത കമ്പനി ICFI. ICFI. ഏയാരിടും ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് പോയത് HDFC-യിൽ. കിട്ടിയില്ല. ഓക്കെ, ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റർടൈനർ
കം മോട്ടിവേഷണൽ സ്പീക്കർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റർടൈനർ ഒരാളുണ്ട്. അദ്ദേഹം മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണ്. എനിക്ക് പേരറിയായിരുന്നു. ഇത് അറിഞ്ഞിവിടുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മളൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ മോട്ടിവേഷണൽ ട്രെയിനറാണ്. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഒരു സെലിബ്രിറ്റിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റർടൈനർ കം മോട്ടിവേഷണൽ ട്രെയിനറാണ്. പറയട്ടെ, പേളിമാണി. ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ ഞാൻ, അല്ലെങ്കിൽ അല്ലാണ്ടും നോർമലിയൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്ന 2 സെലിബ്രിറ്റീസ് ആരൊക്കെയാണ്? രണ്ട് സെലിബ്രിറ്റീസിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുള്ളൂ. ആ 2 സെലിബ്രിറ്റീസ് ആരാണ്? മലയാളീസാണ് അവർ. എനിക്ക് ഏറ്റവും ഒരു ക്ലൂ തരാം. 2ഉം ഫീമെയിലാണ്. എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഞാൻ റെസ്പെക്റ്റ് ചെയ്യും, ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്ന, എനിക്ക് അവർ 2 പേരെ കവിഞ്ഞ് എനിക്ക് വേറെ ആരുടെ അടുത്തും ഇത്രയും ഒരു ഭയങ്കര ഒരു, പറയട്ടെ, ഒന്ന് പേളിമാണി, ഒന്ന് മഞ്ജു വാര്യർ. അപ്പോൾ എൻ്റെ 4th ക്വസ്റ്റ്യൻ, അല്ല 4th അല്ല 5th അല്ലേ, ഇപ്പോഴത്തെ എൻ്റെ ഫോണിൻ്റെ കറക്റ്റ് ലോക്ക് പാസ്വേഡ് എന്താണ്? ഞാനിത് കഴിഞ്ഞ ഉടനെ ഞാൻ പാസ്വേഡ് മാറ്റുന്നതായിരിക്കും. ഓക്കെ, 5623. ഓക്കെ, ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഞാൻ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവിൻ്റെ പേര്? ഞാൻ സ്വന്തമായി ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇനിഷ്യേറ്റീവിൻ്റെ നെയിം? ഇത് കറക്റ്റ് അല്ലെങ്കിൽ അമ്മ കള്ളം പറയുന്നതാണ്. കാര്യം കൺഫ്യൂഷൻ വരും. കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ പൊളിഞ്ഞിട്ടുണ്ട്, അതുപോലെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, വീണ്ടും പൊളിയും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവിൻ്റെ പേരെന്ന് പറയുന്നത് ആർമോയാണ്. എന്നിട്ട് അത് ലാസ്റ്റ് എഴുതി വെച്ചിട്ട് അതിന് മുന്നിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? സമസ്ത സൃഷ്ടി ബോധിയൊക്കെ എൻ്റെ ലേറ്റസ്റ്റ് പ്രോജക്റ്റാണ്. അരമാർക്ക് ഓപ്ഷൻസ് വെച്ചിട്ട്. ഓക്കെ, ബാക്കിയൊക്കെ 1 ഇട്ടോ. ഓക്കെ, അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ നിങ്ങളോട് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന ഉപദേശം എന്ത്? ഇടയ്ക്കിടയ്ക്ക് മിച്ചുവിൻ്റെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കാറ്. 3 പേരോടും ഒരേപോലെ ഞാൻ പറയുന്ന, ഫ്രീ ആയിട്ട് ഞാൻ തരുന്ന, ഇടയ്ക്കിടയ്ക്ക് തരുന്ന ഉപദേശം. ഓക്കെ, അതായത് എന്താ, സ്വന്തമായിട്ട്, അതായത് ഉള്ള കഴിവിനെ പൂട്ടിവെക്കരുത്. ഉള്ള കഴിവിനും പൂട്ടിവെക്കരുത്. ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്ന, പഠിച്ചില്ലേലും കുഴപ്പമില്ല, ദൈവം തന്നിരിക്കുന്ന കഴിവിനെ, എക്സാക്ട്ലി. പഠിച്ചില്ലേലും കുഴപ്പമില്ല എന്നല്ല, ഇപ്പം പഠിച്ചിട്ട് എക്സാമൊക്കെ എഴുതിയിട്ട് തോറ്റാലും മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും വിഷയമില്ല. നിങ്ങളുടെ ടാലൻറ്റ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ സ്പെഷ്യലായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ 3 പേരും ഭയങ്കര സ്പെഷ്യലാണ്. സോ നിങ്ങൾ 3 പേരും, അത് ഉപദേശമല്ലേ. അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് ഏതാണ്? ഏതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ, എന്ത് വിഷയത്തെക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ, എത്ര ടൈമാണെങ്കിലും മടുപ്പ് വരാതെ ഇരുന്ന് ഇൻട്രസ്റ്റ് ആയിട്ടിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? ഓക്കെ, എന്ത്? മൈൻഡ് സ്പിരിച്വൽ, എക്സാക്ട്ലി. ഈ ഇടയായിട്ട്, അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ ഇടയായിട്ട് എന്നിൽ വന്നു തുടങ്ങിയ മാറ്റം എന്താ ക്യാരക്ടറിൽ?
എന്താ പറ അമ്മ പറയും. പറ അമ്മ പറയും. നോക്കട്ടെ. ഇനി എന്തുവാ ഉദ്ദേശിക്കുന്നത്? പറയും. ഓക്കെ, ഞാൻ മാറ്റം വരുത്തിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചില വ്യക്തികൾ, അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്നെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര പെയിനായിരുന്നു ഒരു ടൈമിൽ. ആ പെയിൻ എനിക്ക് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറേ ഡേയ്സ് ഞാൻ എന്നെ തന്നെ അങ്ങ് മറന്ന് ഞാൻ ആ പെയിനകത്ത് കിടക്കുമായിരുന്നു. ബട്ട് റീസെൻ്റ്ലി ഞാൻ ആ ഒരു പെയിൻ ആയിരിക്കണം എന്നെ ഷേപ്പ് ചെയ്ത് ഇപ്പം ആര് പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിലും എനിക്കത് വിഷയമില്ല എന്നുള്ള രീതിയിൽ ഞാൻ ആ വിഷയങ്ങൾ കളയും. നേരത്തെ അങ്ങനെയല്ല, അതിനെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. അറിയത്തില്ലായിരുന്നു. അപ്പം നിങ്ങൾ എന്നെ നേരെ വേണം വാച്ച് ചെയ്യുന്നില്ലല്ലോ കുഞ്ഞുങ്ങളെ. നീ എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. മോർണിംഗ് ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങുന്നു. ഓക്കെ, സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കേസുമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സൈലൻ്റ് ആവുന്നത്. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു അവഗണന, പരിഗണിക്കേണ്ടവർ പരിഗണിക്കാതെ വരുമ്പോൾ. അല്ലാണ്ട് വേറെ ആര് പരിഗണിക്കുന്നു ഇതെനിക്ക് വിഷയമല്ല. 1/2 മാർക്ക് തരാം. അടുത്തത് ഈ ഇടയായിട്ട് ഞാൻ ഏറ്റവും അധികം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രൂട്ട് ഏതാണ്? ഈ ഇടയായിട്ട് ഞാൻ ഏറ്റവും അധികം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്രൂട്ടുണ്ട്. ഏകദേശം എല്ലാ ടൈമിലും ആ ഫ്രൂട്ട് കാണും എവിടെയെങ്കിലുമൊക്കെ. പേരയ്ക്ക. ഭയങ്കര ഇഷ്ടം പേരയ്ക്ക. ഓക്കെ, ലൈഫിൽ ഞാൻ ഏറ്റവും അധികം ഓരോ ദിവസവും പ്രിഫറൻസ് കൊടുക്കുന്ന ടൈം എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്ന ടൈം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്? സ്പിരിച്വൽ. ഓക്കെ, റൈറ്റിംഗ്, പുതിയ പുതിയ ഐഡിയാസ് എഴുതുന്നതിനാണ് മാറ്റി വെക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ അത് ഏതെങ്കിലും ഒരു ധാരണയിലെത്തും. ഞാൻ എഴുതിയത് അമ്മ പുതിയ പുതിയ ഐഡിയാസ് എഴുതുന്നതിനും നോക്കുന്നത് റിസർച്ച് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ളൊരു സാധനമുണ്ട്. ആ സാധനമാണ് ഞാൻ ആ ടൈമിൽ എനിക്ക് ഈ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം സ്പിരിച്വൽ കാര്യങ്ങൾ എനിക്ക് തിങ്ക് ചെയ്യാനാണെങ്കിലും ലൈഫ് റിലേറ്റഡ് കാര്യങ്ങൾ തിങ്ക് ചെയ്യാനാണെങ്കിലും പുതിയ പുതിയ ഐഡിയാസും പ്രോജക്ട്സും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും ആ ഒരൊറ്റ കാര്യത്തിൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് ക്വാളിറ്റി ടൈം. ഞാൻ എവിടെ ക്വാളിറ്റി ടൈം ഞാൻ എവിടെ സ്പെൻഡ് ചെയ്യുന്നു? എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു? എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു? ദ ആൻസർ ഈസ് മെഡിറ്റേഷൻ. ഈ മെഡിറ്റേഷനിലാണ് ഈ സാധനം വരുന്നത്. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ കവർ ഫോട്ടോ എവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ഇൻസ്റ്റാ പ്രേമികളാണ്. അതെന്തുവാ? എവിടെ വെച്ച്? ഓക്കെ ഇതെവിടെ വെച്ചെടുത്തു? പിന്നെ നോക്കിയിട്ട് ആ ഫോട്ടോ എവിടെ വെച്ചെടുത്തു? ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെ? സ്ഥലം പറയണമെന്നില്ല, അതായത് നമ്മുടെ പ്ലേസിൻ്റെ പേര് പറയണമെന്നില്ല. പറ. ഫസ്റ്റ് നമ്മൾ വീട് റെൻ്റ് എടുത്തതിൻ്റെ വീടിൻ്റെ മുകളിൽ ടെറസ്. എനിക്കല്ല, അതല്ലേ ഫസ്റ്റ് വീട് റെൻ്റ് എടുത്ത അവിടെ അല്ലേ? എന്നാ രണ്ടുപേർക്ക് തെറ്റി. രണ്ടാമത്തെ വീട് റെൻ്റ് എടുത്തതിൻ്റെ മുകളിലായിരുന്നു. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഹൂ നോസ് ബെറ്റർ. കുറച്ച് കടുകട്ടിയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്ക് 17 10 നിനക്ക് എണ്ണ അറിയോ? 11.
1 ആ 2 ഉം, 3 ഉം, 4 ഉം, 5 ഉം, 6 ഉം, 7 8 ഉം, 9 ഉം. 10 11 15 ഏ 17 ഓക്കെ. അപ്പോൾ അടുത്തതായി ഇനി മിച്ചുവിൻ്റെ ഹൂ നോസ് മീ ബെറ്റർ സെഷനാണ്. അപ്പം സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.